പൊന്നാനി ബസ് സ്റ്റാൻഡിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നതോടെ വഴികാട്ടി ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം. യൂത്ത് ലീഗ് നടത്തിയ സമരം വിഷയം പഠിക്കാതെയെന്നും ചെയർമാൻ. പൊന്നാനി നഗരസഭാ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന വഴികാട്ടി ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ പുതിയ കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടത്തിൽ ആരംഭിക്കുമെന്ന് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു. നമ്മൾ പൊന്നാനിയിൽ ഈ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചത് ഒരു തരികിട പുരസ്കാരം എന്നാണ് പ്രത്യേകമായിട്ട് അവർ പറഞ്ഞത്. നമുക്കറിയാം, പൊന്നാനിയിൽ ഈ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയായി ആരോഗ്യ ശുചിത്വ മേഖലകളിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള സ്വാസ്ഥ്യം എന്നത് മാത്രമല്ല നഗരസഭ കൈവച്ചത്. ഈ നഗരസഭയ്ക്ക് ഇത്തവണ ആർദ്ര കേരള പുരസ്കാരം ലഭ്യമായിട്ടുള്ളത് തെരുവിൽ അലയുന്ന മനോരോഗികളുടെ വിഷയം നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ട് അവരെ തെരുവിൽ നിന്ന് കണ്ടെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും സൈക്യാട്രി സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നുകൊണ്ട് ചികിത്സയും മരുന്നും ഉറപ്പാക്കി അവരെ രോഗം ഭേദമായി അവരുടെ നാട്ടിലേക്ക്, എവിടെയാണ് അവരുടെ നാട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ സെർച്ച് ഔട്ട് ചെയ്ത് കണ്ടെത്തി തിരിച്ചയക്കുന്ന സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാനസികാരോഗ്യ രംഗത്ത് കൃത്യമായി നഗരസഭ ഇടപെടുന്നു. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നമ്മൾ ആരംഭിച്ച ഹാപ്പിനെസ് സെൻറ്റർ പോലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ പൊന്നാനിയിലെ ജനങ്ങളുടെ, പൊന്നാനി താലൂക്കിലെ വിശേഷിച്ചും താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവിടെ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് എത്തുന്ന ആളുകൾക്ക് ആവശ്യമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതിനപ്പുറം ഈ ആരോഗ്യ സംവിധാനത്തെ വികേന്ദ്രീകരിക്കാനാണ് ഞങ്ങളുടെ ഭരണസമിതി ശ്രമിച്ചിട്ടുള്ളത്. ഒരു 6 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടിക്കാണ് ഞങ്ങൾ ഊന്നൽ നൽകിയിട്ട് 4 ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ചാണ റോട്ടിലും അതുപോലെ തന്നെ പൊന്നാനിയിൽ 4 ജനകീയ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ നഗരസഭാ കോമ്പൗണ്ടിലെ കേന്ദ്രം നിർത്തലാക്കാനാണ് ദേശീയ നഗര ആരോഗ്യ ദൗത്യത്തിന്റെ തീരുമാനം. എന്നാൽ ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിൽ കേന്ദ്രം ആരംഭിക്കും. പൊന്നാനി നഗരസഭയ്ക്ക് ആർദ്രം പുരസ്കാരം ലഭിച്ചതിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗിന്റെ സമരമെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. NCV ന്യൂസ്, പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ. കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ വരുന്നു. ഷോറൂമിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 29 കാലത്ത് 11 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് 10,000 രൂപ സമ്മാനം. കൂടാതെ 2 പേർക്ക് 3,000 രൂപയുടെ പർച്ചേസ് വൗച്ചറും 3 പേർക്ക് 1,000 രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുന്നു. രാവിലെ 11 മണിക്ക് സോഷ്യൽ മീഡിയ താരങ്ങളായ മുനീറും ഫാറൂഖും നിങ്ങളെ നേരിൽ കാണാൻ എത്തുന്നു. വൈകിട്ട് 4 മണിക്ക് സോഷ്യൽ മീഡിയ താരങ്ങളായ ലാലയും നസീർ സിക്കും നിങ്ങളെ കാണുവാൻ എത്തുന്നു. ഏവർക്കും സ്വാഗതം. വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.